பாருக்கு இந்த தண்ணி ரொம்ப பிடிக்கும். கொஞ்சம் தான் இருக்கு. பரவாயில்ல. என்ன லெச்சு, நான் இவ்வளோ கேள்வி கேட்டுட்டு ஒரு பதிலுமே இல்ல. என்ன யோசிச்சுட்டு இருக்க? ഞാൻ ആലോചിക്കണായിരുന്നേ, ഒരു 10-15-20 വർഷം മുന്നേ ഉള്ള ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസേ എന്തൊക്കെ മാറ്റങ്ങള്. ഈ ഡിജിറ്റൽ ലോകം വന്നപ്പോ തന്നെ വേറെ എന്തൊക്കെയോ ആണ് നടക്കുന്നത്. ഇനി ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴുള്ള ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? എന്തൊക്കെ ടെക്നോളജികളായിരിക്കും? லெச்சு, இந்த டெக்னாலஜி எல்லாம் வளர்ந்து ஒரு 20 வருஷத்துக்கு அப்புறம் நம்மளுக்கு மதுரைக்கெல்லாம் பறந்து போக முடியுமா? പറന്ന இந்த மாதிரி ஒரு சின்னதா ராக்கெட் மாதிரி ஏதாவது ஒரு பொருள் பேக்ல வச்சுட்டு சர்ன்னு மதுரைக்கு போலாம். അങ്ങനെയൊക്കെ ഇപ്പോഴും പോവാൻ പറ്റും. ആ ടെക്നോളജിക്ക് ഇപ്പോഴും ഉണ്ട്. அப்படின்னா அது நம்ம வாங்கலாமா? ദുട്ടി அது கஷ்டம்ல. അത് കഷ്ടം. അമ്മൂമ്മ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയാ ആന്റി? அம்மா காலங்கார்த்தாலே எந்திரிச்சு கோவில்ல போனாங்க. ஆனா வர வர லெச்சு அம்மாக்கு எழுந்திருக்கிறதெல்லாம் ரொம்ப கஷ்டம். പ്രായമായില്ലേ, പിന്നെ മഴയും, പിന്നെ പാവം എന്തെങ്കിലും വയ്യായ്മയൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും വയ്യായ്മ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയോ? ഇല്ല. കാരണം എന്താ, നമ്മൾ അമ്മൂമ്മനെ അടുക്കളയിൽ കയറ്റൂല. லெச்சு, இப்பதான் எனக்கு ஒரு விஷயம் ஞாபகம் வந்தது. நேத்துக்கு அம்மா என்கிட்ட சொன்னாங்க, இன்னைக்கு அம்மா விரதம் எடுக்கிறாங்கன்னு. വ്രതോ? மௌன விரதம்னு சொன்னாங்க. മൗന വ്രതോ? അമ്മൂമ്മയാ? എടി ശിവ, സംഭവം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഫസ്റ്റ് മേടിക്കുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ്. ആ സൈക്കിൾ നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് ആര്? നവാസ്കയാണ് കൊണ്ടുവരണം. മറ്റേ നീല കളർ സൈക്കിള് അല്ലേ? അതെ, കാരണം ആ സൈക്കിൾ കൊണ്ടുവന്ന് ഒരു മാസത്തിനുള്ളിൽ ഞാൻ സൈക്കിൾ ഓട്ടാൻ പഠിച്ചായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ ഞാൻ സൈക്കിൾ ഓട്ടാൻ പഠിച്ചു. ചേച്ചി പോടെ എവിടുന്ന്? നീ അതിനന്ന് എത്ര ഉണ്ട്? ഇത്രയല്ലേ ഉള്ളു മരുന്ന്. ഞാൻ 4 പഠിക്കുന്ന 5 അതാ പറഞ്ഞു, ഞാൻ 5 പഠിക്കുന്നു. അതല്ല, നീ അത് പഠിച്ചിട്ടില്ല. കാരണം നിന്നെ കൊണ്ട് ഇടക്കിടക്ക് ഞാൻ നമ്മുടെ അപ്പൂപ്പന്റെ ഇടയിൽ മിഠായി മേടിക്കാൻ പോണ ഓർമ്മയുണ്ടോ? ലോഡ് ഇരുത്തിക്കൊണ്ട്. എടേ അതുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ആദ്യമല്ലേ വാങ്ങി അപ്പൊ തന്നെ. ഒരു പോടെ വരുന്നു, അത് കഴിഞ്ഞിട്ട് മേടിച്ച സൈക്കിളാണ്. നീ സൈക്കിൾ ഓട്ടാൻ പഠിച്ചത്? പോടെ പറഞ്ഞു. ചേച്ചി പറഞ്ഞേ, ഞാൻ ആദ്യം വാങ്ങിയ സൈക്കിളില് നീല സൈക്കിളല്ലേ സൈക്കിൾ ഓട്ടാൻ പഠിച്ചത്? ചേച്ചിക്ക് ഓർമ്മയില്ലേ? പിന്നെ നീ സൈക്കിൾ ചവിട്ടുന്നത് ആലോചിച്ചോണ്ടിരിക്കുവല്ലോ ഞാൻ. എനിക്കൊരു സൈക്കിളാണ്. കുറച്ചു നാൾ മുന്നേ ഒരെണ്ണം മേടിച്ച് തന്നായിരുന്നല്ലേ? അത് നീ നിന്റെ കൂട്ടുകാരെ കൊണ്ട് ചവിട്ടി അടിച്ച് പൊളിച്ച് അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് ഇടിച്ച് ആ പട്ടിക്കൊണ്ട് സൈഡിൽ കിടക്കുന്നുണ്ട്. അതാദ്യം നന്നാക്കി ഓടിക്കി. പിന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം, അമ്മൂമ്മ മൗനവ്രതത്തിലാണ് അമ്പലത്തിൽ പോയത്. ചേച്ചി എന്തിപ്പ പറഞ്ഞേ? അമ്മൂമ്മ മൗനവ്രതത്തിലാണ് അമ്പലത്തിൽ പോയത്. ആഹാ, അമ്മ പിന്നെ തുടങ്ങിയ പഴയ പരിപാടി. ഇടക്കിടക്ക് എടുക്കുവാണല്ലോ. എത്ര എടുക്കും ഒരു മനുഷ്യ മൗനവ്രതേ? അപ്പൊ വർഷത്തില് ഒരിക്കലൊക്കെ അമ്മമ്മ എടുക്കാറുണ്ട്. എടുക്കണ നമുക്കതിന് പുളിയാറില്ലേ? ഉണ്ട്. പിന്നെ എടുക്കാറുണ്ടെന്ന് പറയാൻ, എടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറയണം. അങ്ങനെയും പറയാം. എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ അമ്മമ്മയുടെ മൗനവ്രതം കാരണം കോൾ അടിച്ചേക്കുന്നത് കനകാന്റിക്ക. പുറകെ നടന്ന് പണി ചെയ്യാൻ പറയൂല, ചീത്ത പറയൂല. സുഖല്ലേ, തോന്നുന്ന ജോലി തോന്നുമ്പോ ചെയ്യാം. അത് തന്നെ. ഇന്ന് അമ്മമ്മയുടെ ഇന്ന് വഴക്ക് കിട്ടുമെന്നുള്ളത് പേടി വേണ്ട. வழக்கெல்லாம் கிடைக்காது. ஆனா இப்படி வந்து சின்னதா அடிப்பாங்க. எப்ப அடிப்பாங்கன்னு தெரியாது. പക്ഷെ അമ്മൂമ്മ ആയതും കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല. മൗനവ്രതത്തിലാണെങ്കിലും ആന്റിയുടെ കാര്യം അമ്മൂമ്മ കൈകാര്യം ചെയ്യും. പാറുവേ, അതുതന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്, അമ്മൂമ്മ ഈ മൗനവ്രതം എടുത്തിരിക്കുമ്പോഴേ ശല്യപ്പെടുത്താൻ പോയ അമ്മൂമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. എന്ന് വെച്ചാ വെച്ച് വിളക്കും കേട്ടാ. ചെന്ന് കയറി കൊടുക്കല്ലേ. എന്നാ പിന്നെ ഞാൻ അമ്മമ്മയുടെ കണ്ണോടത്ത് പോലും പോകുന്നില്ല. പോരെ. ഗുഡ് ഗേൾ. ബൈ ദ വേ, എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ ഇത്തവണ ഈ മൗനവ്രതം എടുക്കാനായിട്ട്? നീ നന്നായ വട്ടേന്ന് വിചാരിച്ചിട്ടായിരിക്കും. തമാശ അല്ല, സത്യം. കോമഡി അല്ല, സിംഗിളും കിട്ടാ ഞാൻ. ചായ தரேனேடா. அது அவளுக்கு வச்சது. பரவாயில்ல பாரு, அடுத்த தேங்காய் உடைச்சிட்டு உனக்கு தரேன். തേങ്ങ കൊള്ളൂല.